ഗൃഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 17/9/1988 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അനിഴം നക്ഷത്രമാണ്, സ്ത്രീ ജാതകമാണ്. മകരലഗ്നം, 2-ൽ രാഹു, 3-ൽ കുജൻ, 4 ശൂന്യം, 5-ൽ ഗുരു, 6 ശൂന്യം, 7-ൽ ശുക്രൻ, 8-ൽ കേതു, 9-ൽ രവി, ബുധൻ, മാന്തി, 10 ശൂന്യം, 11-ൽ ചന്ദ്രൻ, 12-ൽ ശനി. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം അനിഴം നക്ഷത്രമാണ്. അതുപോലെ തന്നെ 17-ാം തീയതിയാണ് ജനനം. അതുപോലെ തന്നെ ശനി ലഗ്നവുമാണ്. പൂർണ്ണമായും ശനിയുടെ കൺട്രോളിൽ വരുന്ന, ശനിയുടെ നിയന്ത്രണത്തിൽ വരുന്നൊരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അതായത് അനിഴത്തെ ഭരിക്കുന്നത്, അനിഴം, പൂയം, ഉത്രട്ടാതി നാളുകളുടെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. 17-നെ ഭരിക്കുന്നത് 8, 1, 7, 8, 8ൻ്റെ അധിപനും ശനിയാണ്. ഇദ്ദേഹം ശനി ലഗ്നത്തിലുമാണ് ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും അതുപോലെ തന്നെ പോസിറ്റീവ്സും ഉള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. അതായത് അല്പസ്വല്പം കടുംപിടുത്തം, വാശി, പിടിവാശി പോലെയുള്ള എല്ലാ നെഗറ്റീവ്സും ഇദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള, വളരെ സത്യസന്ധയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ 5-ലാണ് ഗുരു, വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണയിൽ കൂടുതൽ ഈശ്വരവിശ്വാസം ഉള്ളൊരു വ്യക്തി കൂടിയാണ് ഇത്. ഇദ്ദേഹത്തിൻ്റെ വിവാഹം എന്ന് പറയുന്നത് താരതമ്യേന നേരത്തെ ആയിരുന്നു. 7-ലാണ് ശുക്രൻ നിൽക്കുന്നത്. പ്രണയവിവാഹമായിരുന്നു. അല്പം പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രണയവിവാഹം തന്നെയെന്ന് പറയാം. പക്ഷേ വിവാഹശേഷം ഇദ്ദേഹത്തിന് കാര്യങ്ങൾ അത്ര ഈസി ആയിരുന്നില്ല. അതായത് ഇദ്ദേഹം വിവാഹം കഴിച്ച ആളുടെ 7-ലും ശുക്രൻ തന്നെയാണ്. അദ്ദേഹം ചിങ്ങലഗ്നക്കാരനുമാണ്. അതായത് മുൻകോപിയായിട്ടുള്ള, അല്പസ്വല്പം എടുത്തുചാട്ടങ്ങളുള്ള, മുൻകോപമൊക്കെ ഉള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. പക്ഷെ അവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഒന്നിടവിട്ട് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നും കാണുന്നത്. അത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലാവാം, അല്ലെങ്കിൽ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാവാം, അല്ലെങ്കിൽ നിലപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാവാം. എങ്ങനെയായാലും ഒരു സുഖകരമല്ലാത്ത, 100% അല്ലെങ്കിൽ ഒരു 75% സുഖകരമല്ലാത്ത ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വേണമെങ്കിലും ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വെച്ച് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന് ഇപ്പോൾ ശുക്രദശയാണ് നടക്കുന്നത്. 2022 5-ാം മാസം തൊട്ട് 2042 വരെ 20 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശുക്രദശയുടെ കാലാവധിയിലാണ് അദ്ദേഹം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അതിൽ തന്നെ ശുക്രൻ്റെ അപഹാരമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് 22 തുടക്കം തൊട്ട് 2025 9-ാം മാസം 4-ാം തീയതി വരെ. ഈ എല്ലാ ഗ്രഹങ്ങളുടെയും സ്വാപഹാരം, അതായത് ശനി ആയിക്കോട്ടെ, ശുക്രനായിക്കോട്ടെ, വ്യാഴമായിക്കോട്ടെ, ബുധനായിക്കോട്ടെ, കുജനായിക്കോട്ടെ, ഏതൊരു ഗ്രഹമായാലും അതിൻ്റെ സ്വാപഹാരം അധികം നന്നല്ല എന്നാണ് പൊതുവെ കണ്ടുവരുന്ന അനുഭവം എന്ന് പറയുന്നത്. ഇതിലും അത് വിഭിന്നമല്ല. അതായത് ഈ 2022 മെയ് തൊട്ടുള്ള ഒരു കാലാവധിയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നതും, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ തേടേണ്ടി വന്നതും. അത് സുഹൃത്തുക്കൾ വഴിയും വീട്ടുകാർ വഴിയും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ശ്രമങ്ങൾ പല രീതിയിൽ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, IT മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഫീൽഡിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇന്നും ഈ പറയുന്ന ഒരു കീറാമുട്ടി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസം ചെല്ലുമ്പോഴും. അത് പ്രധാനമായും ഹസ്ബൻഡുമായി ബന്ധപ്പെട്ടിട്ട്, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഇതിലെ പ്രധാന ഘടകമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞു, 5-ലാണ് വ്യാഴം നിൽക്കുന്നത്. വളരെ ബ്രില്യൻ്റായ, ഇൻ്റലിജൻ്റായ 2 കുട്ടികൾ ഇദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ജാതകത്തിലും ചിങ്ങലഗ്നമാണെന്ന് പറഞ്ഞു, 5-ൽ തന്നെയാണ് വ്യാഴം. അപ്പോൾ മക്കളുമായി വളരെയധികം അറ്റാച്ച്മെൻറ്റ് 2 പേർക്കുമുണ്ട്. മക്കൾക്ക് തിരിച്ചും അതുപോലെ തന്നെയാണ്. അതെല്ലാം പോസിറ്റീവായിട്ടുള്ള സയൻസ് തന്നെയാണ്, ലക്ഷണങ്ങൾ തന്നെയാണ്. പിന്നെ ഇദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതായത് ബാക്ക് പെയിൻ പോലെയുള്ള, അതായത് സാധാരണയുള്ള ചെറിയ ബാക്ക് പെയിൻ അല്ല ഉദ്ദേശിച്ചത്, അല്പം സീരിയസ് ആയിട്ടുള്ള ബാക്ക് പെയിൻ പോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഇദ്ദേഹത്തിന് നിരന്തരമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സർജറികളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. അത് 1, 2, 3, 4, 5, 6 6-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ, അതായത് രോഗസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ബുധൻ നിൽക്കുന്നത് ഗുളികനോട് ചേർന്നിട്ടാണ്. ഭാഗ്യസ്ഥാനത്ത് ഗുളികനോട് ചേർന്നിട്ടാണ് ബുധൻ നിൽക്കുന്നത്. ബുധൻ്റെ ക്ഷേത്രത്തിൽ താണെന്നിരുന്നാൽ തന്നെ അവിടെ സൂര്യനുണ്ട്, ഒപ്പം തന്നെ ഗുളികനുണ്ട്. ഇതൊട്ടും നല്ലതല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് രോഗസ്ഥാനത്തിൻ്റെ അധിപൻ അല്ലെങ്കിൽ അഷ്ടമാധിപനൊക്കെ ഗുളികനുമായി ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഗ്രഹസ്ഥിതിയിലും അതങ്ങനെ തന്നെയാണ്.
ഇദ്ദേഹത്തിൻ്റെ നവാംശം എടുക്കുന്ന സമയത്ത് ലഗ്നത്തിലാണ് സൂര്യനുള്ളത്. അതുപോലെ തന്നെ ഗുളികൻ നിൽക്കുന്നത് 4-ലാണ്. ശനി, ഗുളികൻ, ഗുരുവാണ് 4-ൻ്റെ നിൽക്കുന്ന ഗ്രഹങ്ങളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 8-ലാണ്, അതായത് ചന്ദ്രൻ, ബുധൻ, ശിഖി എന്നീ ഗ്രഹങ്ങളാണ് 8-ൽ നിൽക്കുന്നത്. പൊതുവെ അല്പം ദേഷ്യകാരിയുമാണ് കേട്ടോ ഇദ്ദേഹം. ഒരു മകരലഗ്നം ശനി ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കില്ല. അല്പം ദേഷ്യവും മുൻകോപവും കാര്യങ്ങളുമൊക്കെ ഇദ്ദേഹത്തിനുണ്ട് എന്നത് സത്യം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസും ഈ മേൽ പറഞ്ഞ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് കണക്ട് ചെയ്ത് തന്നെ പറയേണ്ടി വരും. ഇദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ഈ പറയുന്ന ശുക്രൻ്റെ അപഹാരം സ്വാപഹാരമാണ്. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് അധികരിച്ചിരിക്കുന്നു. ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് തൊട്ട് മുന്നേ പറഞ്ഞത്. അതായത് ബുധൻ ഗുളികനോടൊപ്പം നിൽക്കുന്ന ഒരു ജാതകം കൂടാണത്, ഒരു ഗ്രഹനില കൂടാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് ശനിദശ, അതായത് ശനിദശയിലാണ് പൂയമനിടം ഉത്രട്ടാതിയൊക്കെ ജനിക്കുന്നത്. 88 തൊട്ട് 98 വരെ ഇദ്ദേഹത്തിന് ശനിദശയായിരുന്നു. അതിനുശേഷം ബുധദശ 2015 വരെ, അതിനുശേഷം 7 കൊല്ലം കേതുദശ, അതിനുശേഷം ശുക്രദശ ഇപ്പം നടക്കുന്ന ദശ 2042 വരെ, അതിനുശേഷം സൂര്യദശ 6 കൊല്ലം 2048 വരെ, ശേഷം ചന്ദ്രൻ, കുജൻ, രാഹു, ഈ ഒരു ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. പക്ഷേ ഇദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ബുദ്ധിപരമായ കാര്യങ്ങളെ കാണാനും ചിന്തിക്കാനും ഇടപെടാനും ഒക്കെ വളരെയധികം കഴിവുകളുള്ള ഒരാൾ കൂടാണ്. നല്ലൊരു സൗഹൃദ വലയം ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തെ ഏതൊരു കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സഹായിക്കുന്ന, ആപത്തിൽ ഉപകരിക്കുന്ന നല്ല ബലമുള്ള സൗഹൃദങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു അനുഗ്രഹം കൂടാണ്. അതുപോലെ തന്നെ ഈ ജാതകത്തിൽ പ്രധാനമായും പറയേണ്ടുന്ന ഒരു കാര്യമാണ് വർദ്ധിച്ച ചെലവുകൾ. അതായത് 12-ൽ ശനി നിൽക്കുന്നു. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് കാശ് ചെലവഴിക്കുന്ന ഒരു ടെൻഡൻസി കൂടി ഇദ്ദേഹത്തിനുണ്ട്. ഒരു ആഡംബര വസ്തു അദ്ദേഹം ചിന്തിക്കുന്നു, അത് വേണമെന്ന് ആഗ്രഹിക്കുന്നു. മറ്റ് സാമ്പത്തിക സ്ഥിതിയോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ തന്നെ അത് കിട്ടണം എന്ന വാശി ഇദ്ദേഹം പിടിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലവുകളും ഇദ്ദേഹത്തിന് ഇന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹങ്ങളുടെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് ശനിയുടെയൊക്കെ ദൃഷ്ടി എടുക്കുമ്പോൾ, അതായത് ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് 3, 7, 10 ഭാവങ്ങളിലേക്കാണ്. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 എന്ന് പറയുമ്പോൾ 6-ൻ്റെ അധിപനായിട്ടുള്ള ബുധൻ ഗുളികനോടൊപ്പം നിൽക്കുന്നിടത്തേക്ക് ശനിയുടെ ദൃഷ്ടി കൂടെ വരുന്നു എന്ന് പറയുന്നത് അത്ര നല്ല ഒരു ലക്ഷണമല്ല. ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞു, അതും ഇതിലേക്ക് ബന്ധപ്പെടുത്തി പറയാവുന്നതാണ്. അങ്ങനെ കുറേയധികം നെഗറ്റീവ്സും അതുപോലെ തന്നെ കുറേയധികം പോസിറ്റീവ്സും ഞാൻ നേരത്തെ പറഞ്ഞു. ഈശ്വരവിശ്വാസം, അദ്ദേഹത്തിന് ഏതൊരു സാഹചര്യത്തിലും ഈശ്വരവിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം എന്നത്. പക്ഷേ ഈ സ്വാപഹാരത്തിൻ്റെ കാലഘട്ടമൊക്കെ കഴിയുന്ന സമയത്ത് അല്പമൊന്ന് മയപ്പെടുകയും അല്പമൊന്ന് സുഗമമായിട്ടുള്ള വഴികൾ അദ്ദേഹത്തിന് മുന്നിൽ തെളിയുകയും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനിപ്പോൾ നടക്കുന്നതും ഉത്രട്ടാതിയാണ്, അനുജന്മ നക്ഷത്രക്കാരനാണ്. അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സുമുണ്ട്. ഉത്രട്ടാതി, അനിഴം അല്ലെങ്കിൽ അനുജന്മ നക്ഷത്രങ്ങൾ പൊതുവെ വിവാഹത്തിന് അത്ര നല്ലതല്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇത് പ്രണയവിവാഹമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഇദ്ദേഹം അഭിമുഖീകരിക്കുന്നുണ്ട്. പിന്നെ ഈ ശുക്രൻ്റെ സ്വാപഹാര പീരീഡ് 2025 സെപ്റ്റംബറൊക്കെ കഴിയുന്ന സമയത്ത് അതിനുശേഷം അല്പസ്വല്പം ഈ പറയുന്ന അവസ്ഥകൾക്ക് മാറ്റം വരികയും പോസിറ്റീവായിട്ടുള്ള ജീവിത ലക്ഷണങ്ങൾ അദ്ദേഹത്തിലേക്ക് എത്തപ്പെടുകയും ഒക്കെ ചെയ്യും. അതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ഇപ്പോൾ നടത്തുന്നുണ്ട് പല രീതിയിലായിട്ട്. അതൊക്കെ ഗുണം ലഭിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കഴിയുന്നത്. ഇതാണ് ഈ ഗ്രഹസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. കൺസൾട്ടിങ്ങിനായിട്ട് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.